പായസം രസമുണ്ടോ? മധുരം ഉണ്ടോ? മധുര കഴിപ്പാ മധുര നല്ല രസമുണ്ടോ? ഇതെന്തിനാണ്? എന്താ ഇവിടെ സംഭവം? ഇവിടെ എന്താ സംഭവം? എന്തിനാ നിങ്ങൾ പായസം കുടിച്ചിട്ടുണ്ടാവുന്നതാണ്? എന്തുദ്ഘാടനം? ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു ഉദ്ഘാടന വീഡിയോ ആണ്. നമ്മളെ നാട്ടിൽ നമ്മളെ സഹോദരൻ്റെ ഒരു മെഡിക്കൽ ഷോപ്പ്, പിന്നെ ലാബ്, പിന്നെ എന്തൊക്കെയാണുള്ളത്, ക്ലിനിക്കാണ് ക്ലിനിക്ക്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. അപ്പോൾ ഇത് പോലെ അത് മെഡിക്കൽ ഷോപ്പിൻ്റെ ഉടമയാണ്. നീച്ച് പോയിട്ടോ, മോനെന്താ തിരക്കില്ല, അപ്പോൾ പോയി. അപ്പോൾ നമ്മളെ പിന്നെ എന്താ പറയുക, ഇവിടെ ഇന്ന് ഒരു എന്താ പറഞ്ഞാൽ സ്നേഹതീരം, അതായത് നമ്മുടെ നാട്ടിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് സ്നേഹതീരം ചാരിറ്റബിൾ സൊസൈറ്റി അല്ലേ, ട്രസ്റ്റ് എന്നൊക്കെ പറയും. അതേപോലെ വിക്ടറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അയനിക്കോട് ഒരു സംയുക്തമായിട്ട് ഈ ബ്രൈറ്റ് മെഡിക്കൽ ക്ലിനിക്കും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു മെഡിക്കൽ ക്യാമ്പും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാരവാഹികളാണ് ഇവിടെ ഈ നിൽക്കുന്നത്. ഇതാണ് ഞങ്ങളെ നാട്ടിലത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഇതിൻ്റെ ക്ലബിൻ്റെയും സ്നേഹതീരത്തിൻ്റെയൊക്കെ ഭാരവാഹികളാണ്. പഞ്ചായത്ത് മെമ്പറുണ്ട്, 14ാം വാർഡിൻ്റെ മെമ്പർ മിസ്റ്റർ ഗിരീഷ് ബാബു, പിന്നെ 4ാം വാർഡ് മെമ്പർ നമ്മളെ ശങ്കരനാരായണൻ എന്ന് പറയുന്ന ഞങ്ങളെ സ്വന്തം അപ്പേട്ടനാണ്. നമ്മളെ അയനിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് ടൈലർ ഷോപ്പ് നടത്തുന്ന പുരുഷേട്ടനുണ്ട്. ഞങ്ങളെ പഴയകാല ഡ്രൈവർ സുലൈമാനുണ്ട്, ഇപ്പോഴും ഡ്രൈവർ തന്നെയാണ് കേട്ടോ സ്കൂൾ വണ്ടിയിൽ. പിന്നെ എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന നമ്മളായാലും സുരണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ചെറിയാപ്പൂ റഹീം എന്ന് പറയുന്ന നമ്മളെ ചെറിയവനുണ്ട്. ഇയാളെ പിന്നെ പറയാൻ പറ്റില്ല, നമ്മളെല്ലാ വീഡിയോയിലും ഉണ്ടാവും. നമ്മളെ നാട്ടിൽ തന്നെ ഇതാണ് എൻ്റെ സുഹൃത്തും. പിന്നെ എന്തൊക്കെയാ പറയുക, എങ്ങനെ എനിക്ക് വർണ്ണിക്കാൻ അറിയില്ല. വായി കാട്ടെങ്കിൽ എങ്ങനെ അപ്പോൾ സാഹിബ് നമ്മളെ വീഡിയോ എല്ലാവരോടും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാത്തിനും പിന്നെ എന്തൊക്കെയാ പറയുക, അതിനൊക്കെ ഒന്ന് പറയുങ്ങളേ. അപ്പോൾ ജംഷീർ എന്തൊക്കെ നിങ്ങൾക്ക് പറയാല്ലേ, നിങ്ങളെ വീഡിയോ ഒക്കെ അല്ല ഇതിൻ്റെ പരിപാടിയൊക്കെ പറയാല്ലേ? അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ. മെഡിക്കൽ ഷോപ്പ് ഇതാണ്. എപ്പോഴാണ് ഞാനുണ്ട് അൽഫാമും ബ്രോസ്റ്റിനും പോകണ്ടോ? പറയും അതിലിഞ്ഞ് എഴുതി അല്ല പോകണില്ലേ? ആര് എന്നാ പറയും. എന്തെങ്കിലും തന്നെ കുഞ്ഞാട്ടെ നിങ്ങളിങ്ങനെ നിൽക്കണം. ഇത് മരുന്നും പീടിയാണേ, അല്ലാതെ സൂപ്പർ മാർക്കറ്റ് അല്ല. ഏതായാലും കുറച്ച് പാരസെറ്റാമോളെങ്കിലും വാങ്ങി പോയിക്കോളി കേട്ടോ, ആവശ്യം പിന്നെ താനെ. ഇപ്പോൾ പ്രഷർ അളകല്ലേ, ഇപ്പോൾ അവിടെ പരിപാടി ഇപ്പോൾ പ്രഷർ അളകാൻ നിൽക്കാം.
ഉണ്ട് 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 നിങ്ങളെല്ലാത്തിലും ഉണ്ടല്ലോ ഏനെ എന്നാ ഷുഗറൊന്ന് പരിശോധിച്ചു കേട്ടോ. എല്ലാവരും ഓരോ പാരസെറ്റാമോളെങ്കിലും വാങ്ങണം കേട്ടോ. പായസം കുടിച്ചാണ് പോയാൽ പോരാ, പായസം കുടിച്ചാണ് പോയാൽ പോരാ, ഓരോ പാരസെറ്റാമോളെങ്കിലും വാങ്ങിന്നാലേ. ആ ആരും തിരക്കണ്ട, പായസം എത്രയും കുടിച്ചോ കേട്ടോ. ഷുഗർ അവിടെ പരിശോധിക്കുന്നുണ്ട്, ഒരു പേടിയും പേടിച്ചിട്ടുണ്ടെങ്കിൽ. പായസം 2 ഗ്ലാസ് കുടിച്ചാൽ മതി കേട്ടോ. ഷുഗർ എന്നിട്ട് ഇപ്പൊ തന്നെ ഇതാകണ്ടേ. മെമ്പർ മെമ്പർ അല്ല എത്ര സീബൂട്ടൊക്കെ പായസം. ലേസും കൊടുക്കണ്ടോ? എല്ലാവർക്കും ഒന്നും ഇല്ലല്ലോ അവിടെ. ലേസ് ഉണ്ടോ? എനിക്ക് ലേസ് കിട്ടിയോ? പായസം രസമുണ്ടോ? മധുര ഉണ്ടോ? മധുര കഴിപ്പാ മധുര നല്ല രസമുണ്ടോ? ഇതെന്തിനാണ്? എന്താ ഇവിടെ സംഭവം? ഇവിടെ എന്താ സംഭവം? എന്തിനാ ഇപ്പം നിങ്ങൾ പായസം കുടിച്ചിട്ടുണ്ടാവുന്ന പറഞ്ഞാണ്? എന്തുദ്ഘാടനം? എന്താണ് ഉദ്ഘാടനം? പറയും അറിയില്ലേ? പിന്നെ വെറുതെ പായസം ഇങ്ങനെ കുടിച്ചാൽ എന്താ? അങ്ങനെ പറയും. ഇതാട്ടോ നമ്മളെ കടൻ്റെ ഉദ്ഘാടനത്തിന് പായസം ഉണ്ടാക്കിയ ആളാണ്. ഇവിടെയും പായസം ഉണ്ടാക്കിയത്. പായസം വമ്പം പായസം കേട്ടോ, പൊളി പായസം. ഇനി ആർക്കെങ്കിലും പായസം ആണെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ബാബു മെമ്പർ 14-ാം വാർഡ് പോര് പഞ്ചായത്ത്. പിന്നെ ബാബുവിൻ്റെ എപ്പോഴും ഉണ്ടാവും ചാരിങ്ങാണ്ട് പായസം കുടിച്ചാൽ. ഇക്ബാൽ ടണൽസ് ഡെക്കറേഷൻ അയനിക്കോട് ആൻഡ് ചെറുകോട്. ഈ പരസ്യത്തിന് പൈസ ആണ് കേട്ടോ, പരസ്യത്തിന് പൈസ ആണ്. കുടിച്ചില്ലേ? പായസം പറ്റൂല, മധുരമില്ലാത്ത പായസം ഉണ്ടാവുന്ന. പായസം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്നാ എല്ലായിടത്തും ഉണ്ടാവും. നിങ്ങളുണ്ടാവേ? നിങ്ങളില്ലാത്ത പരിപാടിയില്ലല്ലോ. പായസം എന്താ കേട്ടോ? അടിപൊളിയാ. ഷുഗറാണ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന. പായസം കുടിച്ചിനോടത്ത് ഒരു ഷുഗറോട്ടില്ല അല്ലേ? നിങ്ങൾക്കും കുഴപ്പമൊന്നുമില്ലല്ലേ? അപ്പൊ ഏതായാലും ഞാനും കുടിച്ചോട്ടെ ഒരു 1/2 ഗ്ലാസ്. പായസം കുടിച്ചാണ്ട് ഷുഗർ ചെക്കപ്പ് ഫ്രീ ആണ് കേട്ടോ. ഷുഗർ ചെക്കപ്പ് ഫ്രീ ആണ്. ഇത് കുടിച്ചാൽ എടാ ഗ്ലാസ് നിങ്ങൾ വേറെ ഗ്ലാസ് എടുത്തോണ്ടല്ലേ? കുടിച്ച ഗ്ലാസ് തന്നെ 2ാം വട്ടം കിട്ടുവേ. നിങ്ങൾ ഇതിനെ ഗ്ലാസ് മാറ്റിങ്ങാണ്ട് ഇങ്ങനെ കൊണ്ടുവരണേ. 2ാമത്തെ ഗ്ലാസ് 3ാമത്തെ ഗ്ലാസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നേ. വല്ലാതെ അടിച്ച് കയറ്റണ്ടാര്. വെറുതെ കിട്ടുകയാണേ ഡബിൾ മധുരമാണ്, അത് അടിച്ച് കയറ്റണ്ട. മധുരമില്ലാത്ത പായസം ഉണ്ട് അവിടെ ഉണ്ട്. മധുരമില്ലാത്ത കരിമ്പ് ജ്യൂസ് പറഞ്ഞ മാതിരി മധുരം നല്ലോണം ഇട്ടിരുന്നോ? ഷുഗർ ടെസ്റ്റ് ചെയ്യാം. അതങ്ങനെ തന്നെയല്ലേ.
പഞ്ചസാരല്ലാത്ത അപ്പുറത്തുണ്ടേ എവിടെ എത്തപ്പിക്കാക്കും അത് പിന്നെയും പിന്നെ ഇങ്ങനെ കൊണ്ടുവരണേ അത് നിങ്ങൾ വാങ്ങിയില്ലേ പാരസെറ്റാമോൾ വാങ്ങിയില്ലേ ഇത് വെറുതെ കിട്ടുകൊണ്ടാണല്ലോ അല്ലെങ്കിൽ സുഗർ എന്നാണല്ലോ പറയാം ഒരു ചായ വാങ്ങിത്തരുമെന്ന് ചോദിച്ചാൽ എനിക്ക് സുഗറേ കാരണം നാസറാക്ക കുടിച്ചില്ലേ നിങ്ങൾക്ക് സുഗറാ അല്ല സുഗർ ഇവിടെ ഫ്രീ ആയിട്ട് പരിശോധിക്കുന്നുണ്ടല്ലോ സാധനം കുടിച്ചോളി കുടിച്ചോ ഏനെ നിങ്ങളല്ലേ തന്നെ പെട്ടിക്കല്ലേ മസാജു ഇതിണ്ടോ അത് റാഹത്തായിട്ട് പോയി പോന്നില്ലേ ബ്രിഞ്ചതാ അല്ല ഞാൻ എത്തപ്പത് പാർസലും കൊടുക്കണ്ടോ ഇത് ഫൗളാട്ടോ എന്നാ നമ്മളും ചെന്ന് നോക്കട്ടെ പാർസലുണ്ടോന്ന് എങ്ങനെ Allah. ഞാൻ തന്നെ ആസർ അറിയണേ കുടുംബം എന്നാ കുടുങ്ങി ചെയ്തു കുടുംബാണെങ്കിൽ കുടുങ്ങി ഇതാണ് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റാണ് കുഞ്ഞാക സജാഗോ നാസറിനെ എടുക്കാതെ നാസർ നമ്മളെ എല്ലാ വീഡിയോയിലും ഉണ്ട് ഓന് ഷുഗറാണെന്ന് പറയും പക്ഷെ എന്നാ പായസം 4 ഗ്ലാസ് കുടിച്ചു ചെയ്യും പതിമൂന്നാം വാർഡ് മെമ്പർ 12ാം വാർഡ് മെമ്പർ എന്താ പ്രധാനം പായസം കുടിച്ചങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ എത്ര പ്രധാനം മറഡോണ റാഫി നിങ്ങൾക്കൊക്കെ ഇപ്പം അത് പങ്കെടുക്കാനുള്ളല്ലോ ഇപ്പം ഇതിന് ഭാഗ്യം പായസം കുടിച്ചാൽ ഭാഗ്യമല്ലല്ലോ എന്താ ഇപ്പം ചേച്ചന് ശരിയായിക്കോളും എന്ത് ഷുഗറല്ലേ ഷുഗർ കുടിച്ചിട്ട് ആചാരെ സാധാരണോ ഇയാളെങ്ങളറിയോ ഇയാളറിയോ ഈ ആളറിയോ അറിയില്ല അറിയില്ലേ കാരണോലട്ടി പിന്നെ വേറെ ആളും കൂടി ഉണ്ട് അറിയില്ല അത് നിസാമിൻ്റെ പെണ്ണുങ്ങൾ എന്ത് ഏതായാലും ഫ്രീ ആണ് 2 ഗ്ലാസ് പായസം കുടിച്ചിട്ട് ഷുഗർ ഉണ്ടാവും നമുക്ക് നോക്കാം ഗ്ലാസ് പായസം എന്താ ചെയ്തത് ഫ്രീ ആണ് ഞാൻ കുറെ നേരം നിൽക്കില്ലേ പായസം കുടിച്ചിട്ടില്ല പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു പായസം കുടിച്ചോ കുടിച്ചില്ല നിങ്ങൾ കൊണ്ടുവരണോ പായസം അവിടെ പോയി പായസം കുടിച്ചോളിന്നാലേ എന്താ
ഷുഗർ ഒക്കെ അല്ലേ? ഷുഗർ നോക്കുകയാണ്. ഷുഗർ നോക്കണമെങ്കിൽ മകൾ തന്നെ കേട്ടോ. ആ ഷുഗർ കഴിക്കണം എനിക്ക്. എന്നാൽ പായസം കുടിച്ചാണ്ട് നമുക്ക് ഷുഗർ നോക്കാം. അസ്കുക 99 96 68 68. നല്ല എടുത്തോ, സാധനം എടുത്തോ. ഞാനത് അറിഞ്ഞില്ല. വർത്താനത്തിൻ്റെ ഇടയിൽ പോയ സംഭവം. ഇതൊക്കെ എന്താ ചോര? അത് കണ്ണി ചോരല്ലെങ്കിലും നേരിട്ടോ മാറല്ലോ. മാറിയാണ്ട് 8 മാസമായിക്കണെന്നൊക്കെ പറഞ്ഞാണ്ട് വരും. പിന്നെ പറഞ്ഞോളി. നിങ്ങൾ അറിഞ്ഞതന്നെയല്ലോ ഷുഗർ ഒക്കെ? അറിയാതെ എടുക്കുന്നതാണ് നമ്മളെ ലാബ്. വീഡിയോ എടുത്തോണ്ടാ. പക്ഷെ അവർക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് പ്രഷർ ഉണ്ടായാലുണ്ട്. ചില ടൈമിൽ നമ്മളൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടായാലുണ്ട്. കുഞ്ഞാൻ്റെ എല്ലാ വിവരവും അറിയണേ നമുക്ക്. ഒരു മൂന്നത്തെ വർഷം വന്ന് ശ്രദ്ധപ്പെടുത്തി വരുമ്പോ സോപ്പിട്ടേ മുട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് 5 കൊല്ലം കൂടി ഇരിക്കാന്ന് അറിയണത്. അതന്നെ 5 കൊല്ലം വേറെ എവിടെ ഇരിക്കും. 1.5 ഉള്ളൂ തന്നെ അറിയാം. മെമ്പർമാർ രണ്ടാളും ഇഞ്ഞുണ്ടായിക്കോളൂ. ഇനി പ്രശ്നമല്ല. ഇത് കൊടുന്നല്ലോ. ഇത് കൊടുന്നല്ലോ. സീറ്റെത്തി സിറാജിനെ പരിശോധിച്ചോ? സിറാജിനെ പരിശോധിച്ചോ? അത് കിട്ടീന്. അതവിടുത്തെ ഈ ശരീരത്തിനോ? അത് ഫുള്ള് നോയിക്കോട്ടെ. അസ്കത വയർക്കുണ്ടല്ലോ അറിയാം. അപ്പോൾ അപ്പോൾ അതോടെ ഇത് കഴിഞ്ഞ് നോക്കാം. നോക്കടുത്ത് ആ സെമിനാർ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. 6 വയസ്സിലും കൊണ്ടാണ് ഓ എല്ലാം ഉണ്ട്. മൊത്തത്തില് ടെൻഷനേക്കാരം.
പിന്നെ വയസ്സായില്ലേ? നടന്നു വരാൻ പാടില്ല. തീവണ്ടി എടുത്ത് വരേണ്ടിയിരുന്നു. നടന്നു വരാൻ പാടില്ല. നടന്നു വന്നിട്ട് കൂടുതലാണ്. അല്ലാതെ കുറച്ച് എടുക്കേണ്ടി വരും. നടന്നു വരുമ്പോഴേ അലഞ്ച സുഖർ എന്തായി? അതാ അത് കോയമ്പത്തൂർക്ക് അയച്ചേക്കാ ജി? ഉമ്മാൻ്റെ ഒക്കെ 4 ദിവസം കജുവിന് ആശ്രയം കിട്ടണമെന്നുണ്ടെങ്കിലേ ആ വിളിച്ചു നമ്പർക്ക് വിളിച്ചിട്ടോ. അത് ഡൽഹിയിൽ പോയി കണ്ടിട്ട് വരണം ആ റിസൾട്ട് കേട്ടോ. മായമാലിനോട് എവിടെയെന്ന് ചോദിച്ചാൽ അജ് മായമാലിനോട് പറഞ്ഞോ, ഉദ്ഘാടനം പറഞ്ഞോ?